കോട്ടയം ഏറ്റുമാനൂരിൽ ആത്മഹത്യ ചെയ്ത അമ്മയും മക്കളും പോകുന്ന CCTV ദൃശ്യങ്ങൾ പുറത്ത്. പുലർച്ചെ 4:45 വീട്ടിൽ നിന്ന് ഇവർ ഇറങ്ങുന്നത്. ആ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. ആദ്യം ദൃശ്യങ്ങളിലേക്ക്. വിവരങ്ങളുമായി ചേരുന്നുണ്ട് കോട്ടയത്ത് നിന്ന് ടോബി. വിവരങ്ങൾ എന്താണ് ടോബി? കോട്ടയം ഏറ്റുമാനൂരിൽ ആത്മഹത്യ ചെയ്ത അമ്മയും മക്കളും രാവിലെ പുലർച്ചെ പോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 4:45 പുലർച്ചെ 4:45 വീട്ടിൽ നിന്ന് ഇവർ ഇറങ്ങുന്ന CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതാണ് പ്രേക്ഷകർ കാണുന്നത്. ടോബി ജോൺസൺ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ടോബി. TK, ഈ സംഭവം നടന്ന ദിവസം ഏകദേശം 4:40 ഇവർ വീട്ടിൽ നിന്നും ഇറങ്ങി പുറത്തേക്ക് പോകുന്ന CCTV ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ആ സമയത്ത് ആദ്യമേ ഈ ഗേറ്റ് തുറന്ന് ഈ 10 വയസ്സുള്ള കുട്ടി പുറത്തേക്ക് വരുന്നു. അതിന് തൊട്ട് പിന്നാലെ 11 വയസ്സുള്ള കുട്ടിയും അമ്മയും ഇറങ്ങുന്നു. ഗേറ്റ് അടച്ച ശേഷം ഈ റെയിൽവേ ട്രാക്കിന് സമീപത്തേക്ക് പോകുന്ന CCTV ദൃശ്യങ്ങളാണ് ഇത്. ഇവർ താമസിച്ചിരുന്ന ഏറ്റുമാനൂരിലെ 101 കവലയ്ക്ക് സമീപത്തുള്ള ഇവരുടെ ഈ ഷൈനിയുടെ വീടിന് സമീപത്തുള്ള CCTV ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും കേസിൽ നിർണായകമായിട്ടുള്ള ഒരു കാര്യമാണ്. അല്പസമയം മുമ്പ് നമ്മൾ ഇവരുടെ മാതാപിതാക്കളുമായി സംസാരിച്ചിരുന്നു. അപ്പോൾ അവർ നമ്മളോട് പങ്കുവച്ച ഒരു നിർണായകമായ കാര്യം കൂടിയുണ്ട്. അതായത് ഈ സംഭവം നടക്കുന്ന ദിവസം രാത്രിയിൽ വാട്സപ്പ് കോൾ ചെയ്തിരുന്നു നോബി ഷൈനിയെ എന്നുള്ളൊരു വിവരം കൂടി ലഭിക്കുന്നുണ്ട്. ആ വാട്സപ്പ് കോളിൽ ഈ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന തരത്തിലുള്ള ചില സംസാരങ്ങൾ ഉണ്ടായതായിട്ടാണ് പോലീസും പറയുന്നത്. അതിനുശേഷം ഈ വാട്സപ്പ് സന്ദേശങ്ങളടക്കം, അതായത് വാട്സപ്പ് ചാറ്റ് അടക്കം ഉണ്ടായിരുന്നു. ഇത് പലതും ഈ നോബി ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഈ നോബിയുടെ ഫോൺ പോലീസ് വിശദമായിട്ടുള്ള ഫോറൻസിക് പരിശോധനയ്ക്ക് നിലവിൽ അയച്ചിട്ടുണ്ട്. എന്തായാലും ഇതിന്റെ ഫലം കൂടി ലഭിച്ച ശേഷമായിരിക്കും കൂടുതൽ കുറ്റപത്രത്തിൽ വിശദമായിട്ടുള്ള വിവരങ്ങൾ എഴുതുക. എന്തായാലും കടുത്ത മാനസിക സമ്മർദ്ദം തന്നെയായിരുന്നു. ജോലി ലഭിക്കാത്തതും അതുപോലെ തന്നെ ഭർത്താവിന്റെ പക്കലിൽ നിന്നുമുള്ള ആ സമ്മർദ്ദമാണ് ഈ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നുള്ള വിവരം തന്നെയാണ് മാതാപിതാക്കളും പോലീസും എല്ലാം തന്നെ നൽകുന്നത്. ശരി, ടോബി ജോൺസൺ വിവരങ്ങൾ നൽകുകയായിരുന്നു കോട്ടയത്ത്.